വയ്യ, അനുവദിച്ചു. എനിക്ക് വയ്യ. ഒരുപാട് നാണം കെട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാവരുടെ മുമ്പില്. എനിക്കരികിൽ നിൽക്കുന്ന ഈ സഹോദരിയെ നാളെ ജയിലിലേക്ക് കൊണ്ടുപോകും. പണം കടം വാങ്ങിയിട്ട് അത് തിരികെ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ കടയ്ക്കൽ കുമിൾ പ്രവർത്തിക്കുന്ന ശ്രീ ഫിനാൻസ് എന്ന ഒരു ഫിനാൻസ് അവിടെ നിന്ന് 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങി അല്ലേ? പലിശയ്ക്ക് വാങ്ങി. എന്നിട്ട് ആ പണം തിരികെ കൊടുത്തില്ല. തുടർന്ന് ഇവരുടെ കയ്യിൽ നിന്നും അവർ ഈടിന് വേണ്ടി ചെക്ക് ലീഫ് എല്ലാം വാങ്ങിയിരുന്നില്ലേ? അതെല്ലാം കോടതിയിൽ കാണിച്ചുകൊണ്ട് അവർ കേസ് നൽകി. ആ കേസിന്റെ വിധി നാളെ വരാനിരിക്കുന്നു. ആ വിധി ഇവർക്ക് അനുകൂലമായിരിക്കില്ല, അത് ഇവർക്കും ഉറപ്പുണ്ട്, അഡ്വക്കേറ്റും പറഞ്ഞു അല്ലേ? പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്ത അവസ്ഥ. 10 രൂപ പലിശയ്ക്ക് വരെ ഞാൻ ലാസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്ന്. സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കുറെ മൈക്രോ ഫിനാൻസും പിന്നെ പലിശക്കാരും വട്ടിപ്പലിശക്കാരും കൊള്ളക്കാരും തന്നെയാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ മാധ്യമത്തിലേക്ക് വിളിച്ച് തന്റെ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി പരിഹാരത്തിന് വേണ്ടി വാർത്തകൾ ചെയ്യണം, തന്നെ സാമ്പത്തികമായി സഹായിക്കണമെന്നൊക്കെ പറയുന്ന നിരവധി പ്രേക്ഷകരുടെ കോളുകൾ ഞങ്ങൾക്ക് പലപ്പോഴും വരാറുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളെ തേടിയെത്തിയ വാർത്ത, താൻ കടം മേടിച്ച പണം തിരികെ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ കേസ് കൊടുത്തു. ആ കേസിന്റെ വിധി നാളെയാണ്. ഉറപ്പായും തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു സഹോദരി. ആദ്യമായാണ് അങ്ങനെയൊരു കോള് നമുക്ക് വരുന്നത്. ഏതായാലും ശരി, ഈ ഒരു സാഹചര്യം കൂടി ഇവർക്ക് കടമുണ്ടാകാൻ അല്ലെ കാരണമായ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ പുറത്തുവിടുന്നു. ഇതോടെ പേരെന്താണ്? സജീന എന്നാണല്ലേ? കടക്കിലുള്ള കുമിൾ സ്വദേശി ശ്രീ ഫിനാൻസ് അല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? സുനിൽകുമാർ എന്നാണ്. അദ്ദേഹമാണ് ഇപ്പൊ കൊണ്ട് പരാതി കൊടുത്തത് അല്ലേ? കേസ് കൊടുത്തിട്ട് 7 വർഷമായി. പണയം വെച്ചിരുന്നു അവിടെ. അപ്പൊ ആ പണയം എനിക്ക് എടുത്തു കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കയറി സംസാരിച്ചു. എനിക്ക് കടയുണ്ട് തൊട്ട് താഴെ, ഞാൻ ചിക്കൻ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വരുമ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്കിതുപോലെ എനിക്ക് പണയം ഒന്ന് എടുക്കണം, എന്റെ പൈസ എല്ലാം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പൈസ തരാം, ഡോക്യുമെന്റ്സ് എന്തുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്റെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല. അപ്പൊ ഡോക്യുമെന്റ്സിന് വേണ്ടിയാണ് ഈ സബിത എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സ്ത്രീ. അവർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രമാണം എടുത്തു തരാം, ആ പ്രമാണം കൊണ്ട് കൊടുത്ത് ഇതിനകത്ത് പൈസ മേടിയിരുന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി പ്രമാണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ പൈസ സ്വർണം എനിക്ക് തരുന്നത്. നമ്മളെ റിലീസ് ചെയ്യുന്നത് സ്വർണ്ണമാണ് റിലീസ് ചെയ്യുന്നത്, അല്ല പൈസ ആയിട്ടല്ല ഞാൻ മേടിക്കുന്നത്. സ്വർണ്ണം റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് അന്ന് വെച്ചത്. എനിക്കറിയില്ല സാറേ, 1,80,000, മൊത്തത്തിൽ 2,07,000 രൂപ. അതില് 40,000 രൂപ ഈ സഭയ്ക്ക് ഞാൻ കൊടുത്തു. 5-6 പവൻ ഉണ്ടാണ് സാറേ. അതെടുത്ത് എനിക്ക് കൊടുക്കണം. കാരണം പുറത്തുള്ളവരുടെ സ്വർണമായിരുന്നു. അത് കുട്ടിയുടെ കല്യാണം, എന്റെ മോളുടെ കൂട്ടുകാരിയായിരുന്നു പങ്കാടുള്ള. അവളെ കല്യാണം. അപ്പൊ എനിക്കത് എടുത്തു കൊടുത്തേ പറ്റൂ. എന്റെ മുന്നിൽ അന്നൊരു വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് സ്വർണം എടുക്കാൻ വേണ്ടിയാണ് ഈ 2,07,000 രൂപ ഞാൻ അദ്ദേഹത്തിന്റെ പലിശ ഉൾപ്പെടെ. എന്നെപ്പറ്റി എനിക്കറിയില്ല സാറേ. അദ്ദേഹം അങ്ങനെ തന്നു, പലിശയ്ക്ക് എനിക്ക് തന്നു. 5 രൂപ പലിശയ്ക്ക് തന്നു. 5 രൂപ പലിശ വെച്ച് ഞാൻ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല സാറേ. കാരണം അദ്ദേഹം എന്നെ സഹായിച്ച വ്യക്തി തന്നെയാണ്. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ പിന്നെ ഓരോ ദിവസവും മോശമായിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും ശരി, ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കലാണ്. കടക്കൽ കുമിളിലുള്ള ശ്രീ ഫിനാൻസ്, അവിടെ ഇവർ ഏകദേശം 7 വർഷത്തിന് മുമ്പാണ് 5-6 പവൻ, കൃത്യമായി ഇവർക്ക് കണക്കറിയില്ല, 5-6 പവൻ അവിടെ പണയം വെച്ചിരുന്നു. അത് ഇവരുടെ ഒരു സുഹൃത്തിന്റെ സ്വർണമായിരുന്നു. അവരുടെ മകളുടെ വിവാഹ ആവശ്യം വന്നപ്പോൾ അത് തിരികെ എടുത്തു കൊടുക്കണം. അങ്ങനെ ആ സ്വർണം എടുക്കുവാൻ പണമില്ലാത്തത് കൊണ്ട് ഈ ഫിനാൻസ് ഉടമയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് കൃത്യമായി ഡോക്യുമെന്റുകൾ കൊടുത്താൽ, ചെക്ക് ലീഫ് അടക്കമുള്ള ഡോക്യുമെന്റുകൾ കൊടുത്താൽ അല്ലെ, വസ്തുവിന്റെ പ്രമാണം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പലിശയ്ക്ക് പണം നൽകാം, ഈ പകരമിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുകയും ഒരു പ്രമാണവും 36 ചെക്ക് ലീഫുകളും സുനിൽ ഈ ശ്രീ ഫിനാൻസിന്റെ ഉടമയ്ക്ക് നൽകി. സ്കൂട്ടിയുടെ RC ബുക്ക്, പിന്നെ ഈ പ്രമാണം തന്ന കുട്ടി പത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അവളെ ഒരു പത്രം, കരങ്ങുന്ന രജിസ്ട്രേഷൻ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. എന്തായാലും ശരി, ഇതൊക്കെ കൊടുത്തുകൊണ്ട് പണം കടം വാങ്ങി. ഏകദേശം 6 മാസത്തോളം കൃത്യമായി പണം അടച്ചു, പലിശ അടച്ചു.
അല്ലേ? 10,000 രൂപ വെച്ച് കൊടുക്കും. 10,000 രൂപ പ്രതിമാസം 10,000 രൂപ വെച്ച് പൈസ തിരിച്ചടച്ചു ഈ സുനിൽകുമാർ എന്ന ഈ ശ്രീ ഫിനാൻസിന്റെ ഉടമയ്ക്ക് എന്നാണ് അവർ പറയുന്നത്. ഈ പലിശ 1-2 മാസം മുടങ്ങി അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. തൊട്ടു താഴെ ഇവർക്കൊരു ഹോട്ടലുണ്ട് അല്ലേ എന്ന്, അല്ലേ? അതിന്റെ ഉറപ്പിന് കൂടിയാണ് കൊടുത്തത്. ഈ അതെ, ഇവർക്ക് ഒരു ഹോട്ടൽ തൊട്ടു താഴെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആ പലിശ 1-2 മാസം കൊടുക്കുവാൻ കഴിയാതായപ്പോൾ അദ്ദേഹം ഈ ചെക്ക് ലീഫുകളും കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസെടുത്തു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയൂ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സഹോദരിയെ സഹായിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ഒക്കെ ശ്രമിക്കുക. ഇതിൽ ന്യായമാരുടെ പക്ഷത്ത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും പൈസ കടം വാങ്ങിയാൽ തിരികെ കൊടുക്കണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അല്ല എങ്കിൽ അവർ പരാതി നൽകും. അതിന്റെ നടപടി എന്തെന്നാൽ അത് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കുറെ മൈക്രോ ഫിനാൻസും പിന്നെ പലിശക്കാരും വട്ടിപ്പലിശക്കാരും കൊള്ളക്കാരും തന്നെയാണ് നമ്മുടെ ഈ ഒരു സംസ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ സർക്കാർ പോലും നിസ്സഹായത പാലിക്കുന്നു, അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും